നാളത്തെ പ്രത്യേകത ഓർക്കുന്നില്ലേ? എന്താണ് നാളെ? എടാ കേൾക്ക്, ട്രിപ്പിന് പോകുമ്പോൾ എന്റെ കയ്യിൽ ഒരുപാട് അടിപൊളി പ്ലാനുകളുണ്ട്. എല്ലാം നമുക്ക് ശരിയാക്കണം. എന്താ നിന്റെ അഭിപ്രായം? ഇത് നല്ല രസമായിരിക്കും. നാളെ രാവിലെ എത്ര മണിക്ക് സ്കൂളിൽ വരണം? ആരെങ്കിലും ലേറ്റ് ആയിട്ട് വന്നാൽ അവരെ ഇവിടെ തന്നെ ആക്കിയിട്ട് ഞങ്ങൾ പോകും, സ്റ്റൈലായിട്ട്. നീ ഈ ക്യാമ്പിനെ കുറിച്ച് ഇന്ന് വരെ ഒന്നും പറയുന്നത് കേട്ടില്ലല്ലോ. ആ, ലോസ്റ്റ് ഹിൽ നല്ല സ്ഥലമാണ്, നല്ല രസമായിരിക്കും. നിനക്കെന്താ സന്തോഷമില്ലാത്ത? എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ എനിക്കൊരു നോർമൽ ക്യാമ്പിംഗ് ട്രിപ്പാണ് വേണ്ടത്. നോർമൽ? നോർമൽ. ഒരു മാജിക്കോ ഭൂതമോ ട്രിക്സോ ഒന്നും ഇല്ലാത്ത. നീ എന്റെ കൂടെ ഉള്ളപ്പോ അത് സാധിക്കില്ലല്ലോ. ഭൂതങ്ങൾ ഭൂതങ്ങളെ പോലെ പെരുമാറിയില്ലെങ്കിൽ അവരെങ്ങനെ പിന്നെ ഭൂതങ്ങളാകും? നോക്കൂ, നിനക്ക് എന്റെ കൂടെ ക്യാമ്പിംഗ് സൈഡിൽ വരണമെന്നുണ്ടെങ്കിൽ മനുഷ്യരെ പോലെ പെരുമാറേണ്ടി വരും, അല്ലാതെ ഭൂതത്തെ പോലെയല്ല. മനസ്സിലായോ? ആ, ശരി ശരി ശരി, നീ പറയുന്ന പോലെ പക്ക പ്രോമിസ്. സത്യം? അതെ, സത്യം. എന്നാ പോകാം, നല്ല രസമായിരിക്കും. ലാസ്റ്റ് സീറ്റിൽ പോയിരിക്കാം, നല്ല രസമായിരിക്കും. ഇവിടെ വരൂ. ഇനി ഇത് കിട്ടില്ല. എനിക്ക് ഈ ക്യാമ്പിംഗ് ട്രിപ്പിനൊക്കെ പോകാൻ വളരെ ഇഷ്ടമാണ്. ഇതെന്താണ്? നീ എനിക്ക് പ്രോമിസ് ചെയ്തതല്ലേ? ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കല്ലേ കൂട്ടുകാരാ. നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിൽ ചെല്ലുമ്പോൾ ഞാൻ മാജിക് യൂസ് ചെയ്യത്തേ ഇല്ല. എല്ലാവരും മുകളിലെത്തിയോ? ഞാൻ പറഞ്ഞ കഥകളൊക്കെ എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം പഠിച്ചിട്ടുണ്ട്. ഗ്രേറ്റ്. എന്നാൽ ഇനി നമുക്ക് രാത്രിയാവാൻ കാത്തിരിക്കാം. വരൂ, നമുക്ക് അവരെ പോയി പേടിപ്പിക്കാം. നിങ്ങൾ ആരെങ്കിലും ആ ശബ്ദം കേട്ടോ? ലോസ്റ്റ് ഹില്ലിന്റെ സ്റ്റോറി നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അല്ലേ? എന്ത് സ്റ്റോറിയാ? അതായത് ലോസ്റ്റ് ഹില്ലിന്റെ പേര് ലോസ്റ്റ് ഹിൽ ആയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല? കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണത്. കുറച്ച് സ്കൂൾ കുട്ടികൾ ഇവിടെ ക്യാമ്പിങ്ങിന് വന്നതായിരുന്നു. നമ്മളെ പോലെയാണോ? അതെ, അവരെല്ലാവരും ഇതുപോലെ തന്നെ ഇങ്ങനെ ക്യാമ്പ് ഫയറിന്റെ ചുറ്റും പാട്ടുപാടുകയായിരുന്നു. നമ്മളെ പോലെയോ?
പക്ഷെ അവർക്ക് ഒരിക്കലും വീട്ടിലേക്ക് തിരികെ പോവാൻ പറ്റിയില്ല. Last forever. രാത്രി സമയമായിരുന്നു. എല്ലാ കുട്ടികളും കഥ കേൾക്കുന്നതിൽ ബിസിയായിരുന്നു. ടപ്പേ, അപ്പോൾ പെട്ടെന്ന് കാട്ടിൽ നിന്ന് ഇലകൾ മെലിഞ്ഞമർന്ന ശബ്ദം. അപ്പോൾ ദൂരെ നിന്ന് ആരോ നടക്കുന്നത് പോലെ ശബ്ദം കേട്ടു തുടങ്ങി. പിന്നെ ആ ശബ്ദം കുട്ടികൾക്ക് നേരെ ഓടി വരുന്ന പോലെ. അവിടെ ഒരാളുടെ തലക്ക് പകരം ഒരു കലം, കൈകൾക്കും കാലുകൾക്കും പകരം ഉണങ്ങിയ പുല്ലുകളുടെ കെട്ട്, വലിയ വലിയ കണ്ണുകൾ. ആ കണ്ണുകൾ ഇരുട്ടത്ത് തിളങ്ങുന്നുണ്ടായിരുന്നു. എന്തോ കുഴപ്പമുണ്ടല്ലോ, പോയി നോക്കട്ടെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാവരെയും പേടിപ്പിച്ചു. ഇതെന്ത് സാധനമാണ്? പിനാക്കി, നീ എന്തിനാ ഇവിടെ വന്നേ? അതെ, ഈ കാട്ടിൽ ഒരു ഭൂതമില്ല. ഭൂതമില്ലെന്നോ? അപ്പൊ പിന്നെ ഞാനാരാണ്? ഒരു കാര്യം നീ പറ, ഇത്ര ഫണ്ണിയും സ്കേറിയുമായ മാസ്ക് ആരെന്തിനാണ് ധരിക്കുന്നത്? ഇത് പാടത്ത് പക്ഷികളെ വിരട്ടി ഓടിക്കാൻ വെക്കുന്ന സ്കെയർക്രോയുടെ കോലമാണ്. കിളികൾ ഇത് കാണുമ്പോൾ വിചാരിക്കും മനുഷ്യനാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ സന്തു ഇത് ഉപയോഗിക്കുന്നത് കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയാണല്ലേ? വാ 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 വാ. മതി, ഒരുപാടായി. ഇവരെപ്പോഴും ഭൂതങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കും. ശരിയാണ്. ഭൂതങ്ങൾ ഹാപ്പിയെ പോലെ കൂളാണല്ലോ, അല്ലേ? പറഞ്ഞത് ശരിയല്ലേ ഹാപ്പി? അതെ, ചില ഭൂതങ്ങൾ. പറയൂ, നിന്റെ പ്ലാൻ എന്തൊക്കെയാണ്? കേൾക്കൂ. പക്ഷെ നീ എന്റെ അടുത്ത് മാജിക് ഒന്നും ചെയ്യരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ആ, ഞാൻ തന്നെയല്ലേ ഇപ്പൊ ചെയ്യാൻ പറയുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ആ സന്തുവിനെ പാഠം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് കുറച്ചു കഴിഞ്ഞ് വീണ്ടും കാണാം. ഇതെന്ത് തമാശയാ? ഇതെന്ത് തമാശയാണെന്നോ? നീ തനിയെ ചിരിക്കായിരുന്നില്ലേ? ഞാൻ ചിലപ്പോ ഒരു സ്വപ്നവും കണ്ടതായിരിക്കും. എന്ത് പറ്റി? നിങ്ങൾക്കും സ്കെയർ ക്രോ മാനെ കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷികളെ പറക്കൂ, കാക്കകളെ പറക്കൂ. ഇവിടെ ശരിക്കും സ്കെയർ ക്രോ മാൻ ഉണ്ട്. എവിടെ? നിനക്ക് കാണാൻ പറ്റിയോ? സ്മോളി നോക്കൂ, അവനാണ് എന്നെ തൂക്കിയിട്ടിരിക്കുന്നത്. മുകളിൽ ആരുമില്ലല്ലോ. നിനക്ക് തോന്നുന്നതായിരിക്കും, ഇവിടെ എങ്ങും ആരുമില്ല. എടാ സന്തു, ഈ രാത്രി നീ എന്താ മരത്തിൽ കിടന്ന് ഊഞ്ഞാലാടുന്നത്? ഞാൻ ആടുന്നതല്ല സാർ, ഭൂതം ആട്ടുന്നതാണ്.
ഞാൻ എല്ലാരെയും പേടിപ്പിക്കാൻ വേണ്ടി എന്റെ കഥ അത് സത്യമായി സാർ. അത് ശരി, നീ വീണ്ടും ട്രിക്ക് കാണിക്കുകയാണല്ലേ. നീ എന്ത് വിചാരിച്ചു? നീ മരത്തിൽ തൂങ്ങിക്കിടന്നാൽ എല്ലാവരും പേടിക്കുമെന്നോ? പക്ഷെ സാർ, നീ ഒന്നും പറയണ്ട. ഇന്ന് രാത്രി നീ എന്റെ ടെന്റിലാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ നീ എന്തെങ്കിലും കുസൃതി ഒപ്പിക്കും. രക്ഷപ്പെട്ടു. ഓക്കെ സാർ. നിങ്ങൾ കാണാൻ നിൽക്കുകയാണ്. എല്ലാവരും ടെന്റിലേക്ക് പോകും. ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും. ഏ സന്തു, ഏറ്റവും വലിയ ഭൂതം നീ തന്നെയാണ്. ഉറങ്ങടാ. ഈ ധീരു സാറിനെ കൊണ്ട് ഈ ഗർജനം കേട്ട ആന വരെ പേടിച്ചോടും. ഇവിടെ ഭൂതങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. നല്ല രസമായിരുന്നു. Thank you, happy. അതൊന്നും സാരമില്ല. ഞാനിന്ന് നിന്റെ കൂടെ നന്നായി എൻജോയ് ചെയ്തു. ആ പിന്നെ ആ മരത്തിലെ സന്തൂരെ തൂക്കിയിട്ടില്ലേ, അത് സൂപ്പർ ആയിരുന്നു. ഞാൻ എപ്പോഴാ സന്തോരെ മരത്തിൽ തൂക്കിയിട്ടത്? ഫ്രീ ആയിട്ട് ആരോ നിനക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ട് മോനെ. ചെയ്തോട്ടെ ചെയ്തോട്ടെ. ആ ഹാപ്പി അല്ലെങ്കിൽ ഒരു ജീനിയസ് അല്ലേ? കൊള്ളാം കൊള്ളാം. ഇവിടെ ഞാനുള്ളപ്പോൾ നീ ആളുകളെ പേടിപ്പിക്കുന്നു. നമ്മളിപ്പോ ഇവിടെയാണല്ലോ. പിന്നെ അവൻ ആരെ കണ്ട പേടിച്ചോടുന്നേ? എന്നെ തന്നെ. അയ്യോ, ഇത് ശരിക്കുള്ള scarecrow എന്നല്ല. നിങ്ങളും എന്നെ കണ്ട് പേടിച്ചോടുകയാണോ? തത്തകളെ പോലെ.